TMT ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആനയുടെ പിൻഗാമിയായിട്ടാണ് നമ്മുടെ ഗോപിയേട്ടന് ഞാൻ തിരുവമ്പാടിക്ക് സമർപ്പിക്കുന്നത്. ശാന്തസ്വരൂപനായ ഏറ്റവും തലപ്പൊക്കമുള്ള വളരെ മാന്യമായ എന്താടാ അറിയാ വിളിക്കണില്ലേ ഇപ്പോഴത്തെ ആനപ്രാമം ചെറിയ കുട്ടികൾക്ക് കൂടുതൽ വരാൻ കാരണം എന്താ വെച്ചാൽ അവര് ആനകളെ നേരിട്ട് കണ്ടിട്ടോ അടുത്ത് പോയിട്ടല്ല. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വന്നു, തൊഴുതു, പ്രാർത്ഥിച്ചു. തിരുവമ്പാടി ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആനകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ ചെയ്യാത്ത നമ്മുടെ സ്വന്തം ചന്ദ്രശേഖരന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ആനയുടെ ഉൾപ്പെടുത്തണം, വിശേഷങ്ങൾ പങ്കുവെക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പൊ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ആന വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുള്ളത്. എല്ലാവർക്കും ചന്ദ്രശേഖരന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷ് കുമാർ അല്ലെ, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ നമ്മളുടെ അല്ലെങ്കിൽ തൃശ്ശൂർക്കാരുടെ പ്രത്യേകിച്ച് ഒരു അഭിമാനമാണ് അല്ലെ. തിരുവമ്പാടി ക്ഷേത്രം നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. അതേപോലെ തന്നെ ചന്ദ്രശേഖരനും എല്ലാവർക്കും ഒത്തിരി സ്നേഹമുള്ള ഒരു ആനയാണ്. എന്തൊക്കെയാണ് ചന്ദ്രശേഖരന്റെ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവന്റെ സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ചന്ദ്രശേഖരനെ പറയണേക്കാളും മുന്നേ വലിയ ചന്ദ്രശേഖരൻ ഉണ്ടാവും തിരുവമ്പാടി ക്ഷേത്രത്തിൽ. ഏകദേശം 15 കൊല്ലത്തോളം ഭഗവതിയുടെ തിടമ്പേറ്റിയ ഒരു വലിയ ആനകളിൽ ഒന്നാണ്. അതിനുശേഷം തിരുവമ്പാടിക്ക് അതിനേക്കാളും പ്രഗത്ഭനായ ഒരു ശിവസുന്ദരൻ ആന ലഭിക്കും. അതും ഏകദേശം ഒരു 15 കൊല്ലത്തോളം തിടമ്പേറ്റിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും ചന്ദ്രശേഖരൻ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും ശിവസുന്ദരന് ശേഷമാണ് ശാന്തസ്വരൂപനായ ഏറ്റവും തലപ്പൊക്കമുള്ള വളരെ മാന്യമായ എന്താ പറയാ ഇപ്പോഴത്തെ ഭാഷയില് ഹിസ്റ്ററി എല്ലാം വളരെ പക്കയായിട്ടുള്ള വളരെ സന്തോഷവാനായ ഒരു ആനയാണ് ചന്ദ്രശേഖരൻ. അത് തിരുവമ്പാടിയുടെ എനിക്ക് വേണം കുറെ വർഷങ്ങളായിട്ട് തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിടമ്പേറ്റാൻ തിരുവമ്പാടി ആനകൾ തന്നെയാണ്. മറ്റൊരു ക്ഷേത്രത്തിലും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. തിരുവമ്പാടിയിൽ തുടർച്ചയായിട്ട് വലിയ ചന്ദ്രശേഖരൻ, ശിവസുന്ദർ, അതേപോലെ തന്നെ ഇപ്പൊ ചെറിയ ചന്ദ്രശേഖരൻ, ഇതിനു മുന്നിൽ വലിയ വലിയ ആനകൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരുവമ്പാടിയുടെ ഒരു വലിയൊരു എന്താ പറയുക സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ്. അത് ഇവിടുന്ന് മഠത്തിലേക്ക് പോകുമ്പോൾ കാലത്ത് ഇവിടുന്ന് മഠത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ തിരുവമ്പാടിയുടെ തന്നെ കണ്ണനാനയാണ് ഇവിടുന്ന് എഴുന്നള്ളിക്കുക. അതും തിരുവമ്പാടിയുടെ ഒരു അഹങ്കാരം തന്നെയാണ്. അപ്പൊ തിരുവമ്പാടിക്ക് ആന സമ്പത്ത് ഇങ്ങനെ തുടർച്ചയായി നല്ല ആനകളാണ് തിരുവമ്പാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രശേഖരന്റെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ മറ്റ് പൂരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ശാന്തസ്വരൂപൻ, അതിന്റെ പാപ്പാമാരോടും ഇതുവരെ ഒരു ഇടയലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത എല്ലാവർക്കും എന്താ പറയാ ഒരു സന്തോഷം നൽകുന്ന ഒരു ആനയാണ്. വേറെ പ്രശ്നങ്ങളോ പ്രശ്നക്കാരോ അല്ല. ഇപ്പോൾ പൂരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു 10 ദിവസം ഇനി എഴുന്നള്ളിപ്പുകളും ഒന്നും എടുക്കണില്ല. കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. ആ റെസ്റ്റ് ഇനി വീണ്ടും ആള് എല്ലാ ഭക്ഷണവും സുഖചികിത്സയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടനായിട്ടാണ് പൂരത്തിന് ഇറങ്ങുക. അത് തൃശ്ശൂരിന്റേതല്ല, തിരുവമ്പാടിക്കാരുടെ ഒരു അഹങ്കാരമാണ്, അഭിമാനമാണ്. അപ്പോ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് ആ പൂരത്തിന്റെ എന്നാണ് ആളിനെ പുറത്തിറങ്ങുള്ളൂ. പൂരത്തിന്റെ തലേ ദിവസം അതിനെ ഒരു എന്താ പറയാ തേച്ച് കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഇവിടത്തെ ഈ ആനപ്രേമികളായ എല്ലാവരും അവിടെ എത്തും. അത് അത്രയും സന്തോഷാണ്. നമ്മുടെ ആനയെ തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി 15-ാം തീയതി ഇവിടുന്ന് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊണ്ടുപോക്കുണ്ട്. അത് നമ്മുടെ തിരുവമ്പാടി തട്ടകത്തുള്ള മറ്റാനകളും എല്ലാ ആനകളും കൂടിയിട്ട് ഒരുമിച്ചാണ് ഒരു ഘോഷയാത്രയായിട്ട് അങ്ങോട്ട് പോകുന്നത്. ആ പോക്ക് കാണാൻ തന്നെ അതില്
മറ്റ് നെറ്റിപ്പട്ടത്തിന്റെയോ കോലത്തിന്റെയോ മറ്റുള്ള ഒരു ആർഭാടങ്ങളില്ലാതെ ആ ശരിക്കുള്ള ആനച്ചന്തം ഒന്നിനൊന്നായി പിന്നിൽ വരുന്ന ഒരു ആനച്ചന്തം കാണാൻ 18-ാം തീയതി നമ്മൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും പൂരപ്പറമ്പിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. അതും വളരെ എന്താ പറയാ സന്തോഷം ഉണ്ടാക്കുന്ന കണ്ണിന് കുളിർന്ന ആനന്ദം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇത് കേട്ടപ്പോ തന്നെ നമ്മൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. അപ്പൊ ഇനി തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലേ പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെയും, അല്ലെങ്കിൽ എല്ലാവരും റെഡിയാണ് മനസ്സുകൊണ്ട് അല്ലേ? അതില് ചന്ദ്രശേഖരൻ ആന ഇവിടെ നടയിരുത്തിയിട്ടുള്ള നമ്മുടെ ഗോപിയേട്ടൻ, ഗോപിവാരൻ എന്ന് പറഞ്ഞത് അങ്ങോട്ട് അന്ന് ഇതൊരു സ്പെഷ്യലാണ്. അതിന്റെ നഖങ്ങളൊക്കെ എല്ലാ മുക്കും മൂലയിലും ഒരച്ച് ക്ലീനാക്കി കൊമ്പെല്ലാം ഭംഗിയാക്കി എല്ലാം സുന്ദരക്കുട്ടനായിട്ടാണ് ഇറങ്ങുക. ആ സുന്ദരക്കുട്ടൻ തന്നെയാണ് നമ്മുടെ തിടമ്പേറ്റുന്നത്. അതൊരു തിരുവമ്പാടി ദേശക്കാരുടെ ഒരു സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെയാണ്. അതെ, അപ്പം എന്തായാലും ഇനി നമുക്ക് ഇത്രയും കേട്ടിട്ട് വേഗം ചന്ദ്രശേഖരന്റെ അടുത്ത് എത്താനും അവന്റെ വിശേഷങ്ങൾ ചോദിക്കാനാണ് തോന്നുന്നത്. അപ്പൊ ഇനി നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ചന്ദ്രശേഖരന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തേണ്ട ഒരാളെയാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. തിരുവമ്പാടി ദേവസ്വം വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ. നമസ്കാരം. ഇത് വിവേക്. നമസ്കാരം. നമ്മുടെ പൂരനായകൻ ഈ വർഷം 6ാമത്തെ വർഷമാണ് ഇറങ്ങാൻ പോണത് അല്ലേ? എന്താ ചന്ദ്രശേഖരന്റെ ആ ഒരു പൂരമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റുന്ന കാര്യം? ഏറ്റവും അഭിമാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ചന്ദ്രശേഖരൻ, BMT ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആനയുടെ പിൻഗാമിയായിട്ടാണ് നമ്മുടെ ഗോപിയേട്ടന് ഞാൻ തിരുവമ്പാടിക്ക് സമർപ്പിക്കുന്നത്. തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ അതേ ഗുണങ്ങൾ ഞാൻ പറയുന്നത് ആനകളെ സംബന്ധിച്ച് പറയാൻ ഒറ്റ നിലവ് എഴുന്നള്ളിച്ച് നിന്ന ബാക്കിയുള്ള ആനകളുടെ മുകളിൽ നിൽക്കുന്ന ആനക്കാരുടെ എന്താ പറയാ ആനക്കാരുടെ ഇതില്ലാണ്ട് അനുമതി ഇല്ലാണ്ട് തന്നെ ആനയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഏറ്റവും പ്രൗഢ ഗംഭീരമായിട്ട് ഒരു എഴുന്നള്ളിപ്പാനയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. തിരുവമ്പാടി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഭാഗ്യമാണ്. വളരെ വർഷങ്ങളോളം നമ്മുടെ എഴുന്നള്ളിച്ചിട്ടുള്ള ആനകളെല്ലാം ഒന്നിനൊന്ന് മികച്ച ആനകളാണ്. 28 വർഷം കോലം ഏറ്റിട്ടുള്ള ചന്ദ്രശേഖരൻ, അതിനുശേഷം ആനകളിലെ ഏറ്റവും വിസ്മയമായിട്ടുള്ള ശിവസുന്ദർ ആന 15 വർഷം കയറ്റി. അതിന് 6ാമത്തെ വർഷമാണ് നമ്മുടെ ചന്ദ്രശേഖരൻ ഈ വർഷം നമുക്ക് കോലം കയറ്റുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു 2010-20 നമുക്ക് കൊറോണ വന്ന ഒരു കാലഘട്ടത്തിൽ ഒഴിച്ച് ഒരാന പൂരം നടത്തിയപ്പോൾ പോലും ചന്ദ്രശേഖരനെയാണ് നമ്മൾ തെക്കോട്ട് എഴുന്നള്ളിച്ചത്. എന്താണ് ഇത്തവണ, അതായത് ചൂട് ഇങ്ങനെ കൂടി വരികയാണ്. ആനയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ അവരുടെ സൗകര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു കുറച്ചുകൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഇത്തവണ പുതിയതായിട്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ദൗർലഭ്യം എന്ന് പറഞ്ഞാൽ ആനകളുടെ ഈ പറഞ്ഞ പോലെ ആനകളുടെ ഷോർട്ടേജ് ആണ് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ഏകദേശം പൂരത്തിന്റെ സീസൺ തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. പല ആനകളും നീരിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആനകളൊക്കെ ചെരിഞ്ഞു പോകുന്നു, പുതിയ ആനകൾ വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന് ഏകദേശം ഒരു 40-45 ആനകളുടെ അടുത്ത് വരണം. എന്നാലാണ് ചെറുപൂരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ആനകൾക്ക് വേണ്ടതയും റെസ്റ്റ് കൊടുത്ത് എഴുന്നള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ആനകളുടെ ദൗർബല്യം കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ ആയാലും നമ്മൾ പരമാവധി ആനകൾക്ക് റെസ്റ്റ് കൊടുത്ത് എഴുന്നള്ളിക്കുന്നത്. ഇപ്പൊ ചന്ദ്രശേഖരനെ എഴുന്നള്ളിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മഠത്തു നിന്നുള്ള വരവിനാണ് എഴുന്നള്ളിക്കുന്നത്. മഠത്തു നിന്ന് എഴുന്നള്ളിച്ച് കോലം കുടമാറ്റം കഴിഞ്ഞ് മഠത്തിലിറക്കി കഴിഞ്ഞാൽ ചന്ദ്രശേഖരൻ റെസ്റ്റാണ്. പിന്നെ പിറ്റേ ദിവസം എഴുന്നള്ളിക്കുന്നുള്ളൂ. പരമാവധി ആനകൾക്ക് റെസ്റ്റ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇപ്പൊ വാട്ടർ കണ്ടന്റുള്ള ഫുഡുകൾ പരമാവധി സെർവ് ചെയ്യാൻ നോക്കുന്നു. പിന്നെ എവിടെയെങ്കിലൊക്കെ നിർത്തി കൂട്ടുന്ന സ്ഥലത്ത് പരമാവധി ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നു. ചൂടുണ്ട്, പക്ഷെ അതിന് തന്നെ പ്രത്യേക താല്പര്യം തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച്, തിരുവമ്പാടി എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഇതുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഏറ്റവും പ്രൗഢഗംഭീരമായിട്ട് തന്നെ ഇത്തവണയും പൂരം നടക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും. ഞങ്ങളും കാത്തിരിക്കുകയാണ് ആ ഒരു കാഴ്ച കാണാനായിട്ട്. പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഏത് മലയാളിക്കും എന്താ പറയാ അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാ ആൾക്കാരെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. തിരുവമ്പാടി കൃഷ്ണന്റെയും ഭഗവതിയുടെയും പാർമേക്കാലാമ്മയുടെയും വടക്കുന്നാഥിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഗംഭീരമായിട്ട് പൂരാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും
വന്ന് ഉൾക്കൊണ്ട് പരമാവധി എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. അതെ, പൂരപ്രേമികൾ എവിടെ ഉണ്ടോ ഇവിടെ എത്തിയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നമ്മളെന്തായാലും അതിന്റെ നമ്മളെ സംബന്ധിച്ച് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ തിരുവമ്പാടി അമ്പലത്തിന്റെ ചുറ്റടുത്ത് വളർന്നുകൊണ്ട് നമ്മുടെ ഇത് ലഹരിയാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ലൈഫിൽ ഒരു സൈക്കിളാണ്, ഒരു കൊല്ലം കടന്നു പോണെന്ന് അറിയുന്നില്ല ഓരോ പൂരം കഴിഞ്ഞു. പറഞ്ഞതുപോലെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് വരാൻ പോണേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി ഞങ്ങള് ചന്ദ്രശേഖരന്റെ അടുത്ത് പോവാണ്. വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്നും ചോദിക്കാം. എന്തായാലും താങ്ക് യു. താങ്ക് യു. തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ചന്ദ്രശേഖരനെ തിരുവമ്പാടി ക്ഷേത്രത്തില് നടയിരുത്തിയ ഗോപിച്ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചന്ദ്രശേഖരനെ വാങ്ങാനും അല്ലെങ്കിൽ നടയിരുത്താനും ഒക്കെ ആ കാലഘട്ടം കുറച്ച് വർഷങ്ങൾ പുറകിലാണ്. അതൊന്ന് എന്നാലും ഇപ്പോഴും മനസ്സിലുള്ള ഓർമ്മകളാവുമല്ലോ. അതിനെ കുറിച്ച് ഒന്ന് പറയൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1999 ഡിസംബർ മാസത്തില് നവംബറിലാണ് ഞാൻ ആനയുടെ ഫോട്ടോ കാണുന്നത്. അന്ന് ഫോട്ടോ കണ്ട വഴിക്ക് തിരുമേനിയുടെ ആയിരുന്നു, ക്രാങ്ങാട്ട് തിരുമേനിയുടെ ഫോട്ടോ കണ്ടത്. ഫോട്ടോ കണ്ട വഴിക്ക് ഞാൻ പറഞ്ഞു, തിരുമേനി ഈ ആന കൊടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് വേണം. അങ്ങനെയാണ് എന്റെ ഡയലോഗ്. അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു. എന്നാ ഞാൻ എടുത്തു പറഞ്ഞു. ഫോട്ടോ മാത്രമേ കണ്ടിട്ടു. രണ്ട് സൈസ് ഫോട്ടോ ഉള്ള ഒരു ഫ്രണ്ട് വ്യൂ, ഒരു സൈഡ് വ്യൂ, 2 ഫോട്ടോ ഉണ്ടാകും. അത് കണ്ട വഴിക്ക് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, കൊടുക്കുന്ന വെച്ചാൽ ഞാൻ എടുത്തു. അതാണ് വാക്ക്. അപ്പൊ എന്റെ മനസ്സില് ഇത് അന്ന് 9 അടി താഴെ, 8.25 അടി 9 അടിക്ക് താഴെ ഉള്ളു ആന. വളഞ്ഞിങ്ങനെ എല്ല് നൂല് പോലെ നിൽക്കുന്ന സാധനം. പക്ഷെ എന്റെ മനസ്സില് അന്ന് തോന്നിയൊരു കാര്യമാണ്, ഇത് ഈ വലിപ്പത്തിലെത്തും. വലിപ്പത്തിലെത്തി ഞാൻ ഭഗവാന് കൊടുക്കും. അന്നത്തെ നേർച്ചയാണ്. അതിന് മുന്നേ എന്തെങ്കിലും ആനയുമായി ബന്ധപ്പെട്ട അങ്ങനെയല്ല. ഇതിനു മുമ്പ് തിരുവമ്പാടിയിലെ ഗോവിന്ദൻകുട്ടി ആനയാണ് ഏറ്റവും ആദ്യം വന്നത്. ആന മേടിക്കുന്ന കാലം തൊട്ട് നമ്മൾ ആനയായിട്ട് ബന്ധങ്ങളുണ്ട്. നമ്മൾ സ്വന്തം അല്ലെങ്കിൽ കൂടി ആനകളുടെ കാര്യത്തിൽ ഇടപെട്ട് ഇങ്ങനെ ശീലങ്ങളുള്ളതാ. പിന്നെ ഉണ്ണീസാന ഉള്ളപ്പോഴും എല്ലാ ആനകളുടെ അടുത്ത്. പിന്നെ വലിയ പഴയ ചന്ദ്രശേഖരനെ തട്ടിയിട്ട് കുത്തിയിട്ടുള്ള ആനയാ. എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വീട്ടിൽ വെച്ചിട്ട് എന്നെ തട്ടിയിട്ട് കുത്തി ഇതില് ജാമായി ഞാൻ ചത്തുന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇല്ലല്ല, ഇതിന് വേണ്ടിയായിരിക്കും നമ്മളെ ജീവനോട് വിട്ടത് എനിക്ക് തോന്നപ്പോ. ആൾക്ക് പറയുമ്പോ എന്റെ ആ ഒരു ഇമോഷണൽ ഇപ്പോഴും ഉണ്ട്. അന്ന് വന്ന ചന്ദ്രശേഖരൻ എങ്ങനെയായിരുന്നു തുടക്കം സമയത്ത് വീട്ടിൽ വന്ന ആ ഒരു കാലം? ഇതല്ലേ, ഇല്ല അന്ന് സൗമ്യനാണ്, പ്രശ്നങ്ങളില്ല. പക്ഷെ അതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒറ്റ പെട്ടെന്ന് എന്തെങ്കിലും ഓടുന്നൊരു ശീലം ഉണ്ടായിരുന്നു. വെറുതെ ഓടും റോഡ് കൂടെ, എവിടേക്ക് പോയാലും ആരും ഉപദ്രവിക്കൊന്നുമില്ല, അങ്ങനെ ഓടും. അപ്പൊ ആനക്കാരൻ പോയി ഓട്ടോ ഇങ്ങനെ പോയി മുമ്പിൽ പോകും, ആളെ നിൽക്കും. അതിന് ശേഷം പിന്നെ ക്രമമാണ് ഓരോ കൊല്ലം ചെല്ലുന്നോറും ആന വലുതായി വന്നു. പിന്നെ 2005 അന്നത്തെ സെക്രട്ടറി മാധവൻ മാഷ് പറഞ്ഞു, അപ്പൊ എല്ലാവരുടെ കൂടുതൽ വലുതായിട്ട് നിൽക്കുകയാണ് ഒരേ നിലത്ത് നിൽക്കുമ്പോ. അപ്പൊ എന്നോട് പറഞ്ഞു, തനിക്ക് ഇതിനെ നടത്തി കൊടുറോ, ഉദ്ദേശിച്ച പോലെ ആയി. പക്ഷെ നിങ്ങളുടെ അംഗീകാരം കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നത്തെ കൊല്ലം ഞാൻ നടത്തി. അപ്പൊ എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഓഫർ വെച്ചു. മഠത്തിൽ വരുന്ന മൂന്നാനയില് പെടുത്ത, മൂന്നാമത്തെ ആനയായിട്ട് ഇതിനെ പെടുത്തിയാൽ മതി. പിന്നെ ഞാൻ നടത്തി പിന്നത്തെ കൊല്ലം. അപ്പൊ 2006 ഇതിനെ ഇടത് ഭാഗത്ത് മൂന്നാമത്തെ ആനയായിട്ട് അന്ന് ഞാൻ വാക്ക് പറഞ്ഞു. 2007 പൂരത്തിന് മുമ്പ് ഞാൻ നടയിരുത്തും. അത് ഏപ്രിൽ 18 പൂരത്തിന് മുമ്പ് ഞാൻ അതിനെ നടത്തി. അങ്ങനെ വാക്ക് പാലിച്ചു. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഇപ്പൊ ഇങ്ങനെ കോലം വയ്ക്കുന്ന അവസ്ഥ. ആ കൊല്ലം മുതൽ രാത്രി മുഴുവൻ കോലം വെച്ചിരുന്നില്ലാണ്. പക്ഷെ ഇപ്പൊ ശിവനാന പോയതിനു ശേഷം 2-3-4 കൊല്ലമായിട്ട്
ഓരോ വർഷം അതൊരു- ചെല്ലുന്തോറും അവന്റെ മാറ്റങ്ങള് അല്ലെ അതെ അതെ അവന്റെ ഉയരത്തിലാണെങ്കിലും ഭംഗിയിലും. ആനക്കിപ്പോ അതിങ്ങനെ 10 കൂട്ടണമല്ലോ, അപ്പൊ അതെ. കുറയുന്നില്ല. അതെ അതെ അത് ഭാഗ്യം. അതെ. ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ് നമ്മളതില്. നമ്മളെ ചാവാത്ത തന്നെ ഇതിനെ പിടിച്ച് നാളിരുത്താൻ വേണ്ടിട്ട് പിന്നെ ജീവിപ്പിച്ചാന്ന് വരെ എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് അടുത്ത് പോവോ എങ്ങനെയൊക്കെ എങ്ങോട്ട് വേണമെങ്കിൽ പോവാ. ചെയ്യല്ലേ? ഞാൻ ഇപ്പൊ ആനക്കാരെ പഠിക്കുന്നല്ലോ, ഞാൻ പോയി നിൽക്കാൻ. എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം സ്നേഹമൊക്കെ ഒന്ന് പറയൂ. വരൂ കാണിച്ചു തരാന്ന്. വരൂ, വന്നോളോ, അടന്നോ ഒപ്പം ദാ. എവിടെയായാലും ആളറിയോ? പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാ അപ്പൊ അറിയോ? ആണല്ലേ? എന്റെ അടുത്ത് ചോദിക്കും, വിളിക്കും. അതെയോ? എപ്പോഴും ഞാൻ തിന്നാൻ കൊടുക്കണം. ആ. വീട്ടിലേക്ക് കൊണ്ടുപോവാറുണ്ട്. ഇടയ്ക്ക് കൊണ്ടുപോകും. വീട്ടിലേക്ക് വന്ന പൂരത്തിന്റെ തലേദിവസം അവിടെ കഴുകില്ല. ആ ശരിയോ. ഇപ്പോഴും നമുക്ക് അമ്പലത്തിലേക്ക് കൂടുതലും നമ്മുടെ തന്നെ വീട്ടിലും അതെ അതെ, നമ്മള് അമ്പലത്തേക്ക് കൊടുത്തത് നമ്മള് അതിന് മറ്റുള്ള പരിപാലനം ഒന്നും ഇല്ലാന്ന് വെച്ചാലും എന്റെ പറമ്പിൽ തന്നെ കെട്ടണം. എപ്പോഴും നീരിലൊക്കെ കെട്ട എന്റെ പറമ്പിൽ മുളകത്തവരുള്ള. ഓക്കെ ഓക്കെ. സാധാരണ നമ്മളിപ്പം അങ്ങനെ ഒരു വാങ്ങിയിട്ട് ഒരു ആനയെ കൊടുക്കുമ്പോ പിന്നെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ അത്ര അടുപ്പം വെക്കാൻ അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇത് നമ്മള് മുളകത്തവരുള്ള എന്റെ പറമ്പ് ഭയങ്കര സൗകര്യമുള്ള സ്ഥലമാണ്. 80 സെന്റ് സ്ഥലമുണ്ട്. ഉഗ്രന് വീടുണ്ട്, ഇവർക്കുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ കുറെ തെങ്ങുണ്ട്, മരങ്ങളുണ്ട്. ഇരുട്ടാണ് ഫുള്ള്. അപ്പൊ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പിന്നെ നമ്മൾ മേടിച്ചിട്ട് 2005 2006 ഞാൻ ആ സ്ഥലം മേടിച്ചത്. അതിനുശേഷം എല്ലാ കൊല്ലം നീരിലൊക്കെ കെട്ടലൊക്കെ എപ്പോഴും അവിടെ തന്നെ കെട്ടുക. അപ്പൊ നീരില് 4 മാസം കെട്ടും, അപ്പോഴും അവിടെ തന്നെ കെട്ടുക. അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്ന. പിന്നെ നടത്തിയതിന്റെ ശേഷം ഒരു 3 കൊല്ലം കൂടി ഞാൻ ചെയ്തു. ഞാൻ തന്നെ ചികിത്സയൊക്കെ ഞാൻ തന്നെ ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ മാറിപ്പോയി. എന്താ ഇവന്റെ സ്വഭാവത്തിലൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്? സ്വഭാവത്തില് പ്രത്യേകത ഞാൻ പറഞ്ഞു ഇതന്നെ സംഗതി. എത്ര ആനക്കാരത് പരിസരത്ത് എവിടെയെങ്കിലും ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ അത് ചെയ്യാം. ഒരു വിഷയമില്ല, ആരും മക്കിട്ട് ചേട്ടനായോണ്ടല്ലേ? അല്ല, നിങ്ങളുടെ ഇപ്പൊ ആനക്കാരെ വിളിക്കാപ്പോ ആള് പറയണ പൊക്കോന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒറ്റയ്ക്ക് പോവാം, പ്രശ്നമില്ല. എന്താ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ലേ, ഞാൻ മിക്കവാറും ഞാൻ മിക്കവാറും ഞാൻ അവിടെ ഉള്ള ദിവസമൊക്കെ ഞാൻ ചെല്ലും. ചിലപ്പോ 2 നേരം ചെല്ലും, ചിലപ്പോ 1 നേരം ചെല്ലും. ഞാൻ അങ്ങനെ വലിയ ഒരു 5-6 തണ്ണിമത്തം മേടിച്ചുകൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പൈനാപ്പിൾ കൊടുക്കും, കക്കരിക്ക് കൊടുക്കും. എല്ലാം ഇഷ്ടമാണ്. ഇളവനും മറ്റേ വെള്ളരിക്കും തിന്നില്ല. അതെയോ? അത് തിന്നില്ല. ആണോ? അതിന്റെ ടേസ്റ്റ് പിടിക്കില്ല, തിന്നിട്ടില്ല ഇതുവരെ. ഞാൻ ആരും തന്നെ തിന്നില്ല. പൂരത്തിനും തിന്നില്ല. പൂരത്തിന് ഇപ്പൊ വെള്ളരിക്കും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. വെള്ളരിക്ക് കൊടുക്കുക, മറ്റുള്ള ആളുകളൊക്കെ വെള്ളരി എനിക്ക് വലിയ താല്പര്യമില്ല. പ്രായം ശരിക്കും ഇപ്പൊ ഇതിന് 43 വയസ്സാണ്. ഞാൻ എടുക്കുമ്പോ എന്റെ കണക്കൂട്ടില് 19-20 വയസ്സുള്ള അവർ പറഞ്ഞ് 22 പക്ഷെ എന്റെ കണക്കൂട്ടില് 20 വയസ്സായിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അന്ന് കൊമ്പൊക്കെ ഇത്ര വണ്ണുള്ളൂ കൊമ്പിനൊക്കെ. ശരി. ഓക്കെ. ഇപ്പോഴെന്തായാലും ഇപ്പൊ ഹൈറ്റ് പറയുകയാണെങ്കിൽ ഹൈറ്റ് ഇപ്പൊ 10 ഡാറ്റ പ്രകാരം അളന്നിട്ട് ഇപ്പൊ 7 കൊല്ലം 8 കൊല്ലം ഉണ്ടായി അന്നത്തെ ഡാറ്റ വെച്ചപ്പോ. പക്ഷെ നമ്മൾ അളക്കുമ്പോ 10 അടി 3 ഇഞ്ചുണ്ട്. അത് കൂടിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. കൂടിയിട്ടുണ്ട്, കൂടിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഗവൺമെന്റിന്റെ ഡോക്ടർമാരൊന്നും അളക്കലും പിടിക്കുകയും ചെയ്യില്ല. ഡാറ്റ ഇപ്പൊ അങ്ങനെ ഒരു എല്ലാവരും ഒരു സംസാരിക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച്, അളവ് വേണം അല്ലെങ്കിൽ അളക്കണം എന്നുള്ളത്. ആർക്കും അതിന് ഒഴിവില്ല. ഗവൺമെന്റ് പറഞ്ഞൊന്നും വലിയ കാര്യമില്ല. ഇവിടെ നീരുകാലത്തെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം? നീരുകാലത്ത് അടുപ്പിക്കില്ല. ആളെ പെശകാണ്. പെശകല്ല, ഞാൻ അതിന് നീരുകാലത്ത് കയ്യിലാണ് അതൊക്കെ കൊടുക്കുക. ശരി. അതായത് ഒരു മരമുണ്ട്, ആ മരത്തിന്റെ തൊട്ടാണ് ഇത് തറി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ആനക്ക് നടന്ന് മരത്തിന്റെ മറവിൽ നമുക്ക് ഇതൊക്കെ കയ്യിൽ കൊടുക്കാം. അപ്പൊ എന്റെ ഇത് മേടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ആനക്കാർ 2-ാമനും 3-ാമനൊക്കെയാണ് ചിലപ്പോ 2 മേടിച്ചിട്ട് അല്ല അങ്ങോട്ട് എറിയത്തില്ല. ചിലപ്പോ ഒന്ന് വേണം. എന്റെ അടുത്ത് വരണം ചോദ്യം. 1-2 കൊല്ലമായിട്ട് അതും കാണാനില്ല. മറ്റേത് വെള്ളമടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മുഖത്തേക്ക് വെള്ളം അടിച്ചോണ്ടിരിക്കാൻ അവിടെ കസാരിട്ട് വന്നിട്ട് വെള്ളം അടിക്കുക. അതൊന്നും നീരിന്റെ സമയത്ത് ഇങ്ങനെ നനച്ചോണ്ടിരിക്കും. പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആനക്കാരൻ മാറി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആനക്കാരൻ മാറിയെടുത്ത് ആനക്കാരൻ വെച്ച് അപ്പൊ അടിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഏത് സമയത്താ ഉണ്ടാവാറ്? അതിന് ജൂൺ മാസത്തിൽ കിട്ടും. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 4 മാസം. ഒക്ടോബർ ലാസ്റ്റ് അഴിക്കും. കറക്റ്റാണ്. ഭക്ഷണമൊക്കെ ഒത്തിരി കുറയും, ഇതൊക്കെ കുറയും. പക്ഷെ അത് നമ്മള് ചോറ് 2 നേരം ചോറ് കൊടുക്കും, 2 നേരം ചോറ് കൊടുക്കും, ഈത്തപ്പഴം കൊടുക്കും, അങ്ങനെ കാര്യങ്ങളുണ്ട്.
അവലും ഈത്തപ്പഴം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരീരം നന്നാക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ചികിത്സ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഴ്ച കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 10-25-30 ദിവസത്തിനുള്ളിലാണ് എഴുന്നള്ളിപ്പുകൾക്ക് വിടുള്ളൂ. അപ്പൊ വരുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് നമ്മള് കുറെ ലേഹ്യം കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാരണ ആനകളെ പറയുമ്പോൾ ഒരുപാട് ആനകളെ സ്നേഹിക്കുന്നവരും ആനയെ എല്ലാ കാര്യങ്ങളും നോക്കുന്നൊക്കെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ തൃശ്ശൂരില് ആന വന്നത് മുതൽ ഈ നിമിഷം വരെയും ആനയുടെ ഒപ്പം തന്നെ എന്ന് പറയാവുന്ന ഒരാളാണ് വിവേക്. നമസ്കാരം. ഈ ഒരു ആനപ്രേമം ചന്ദ്രശേഖരനെ കണ്ടത് മുതലല്ലല്ലോ, അതോ അങ്ങനെയാണോ? ആനപ്രേമം എന്ന് പറഞ്ഞത് എന്റെ വീട് കറക്റ്റ് തിരുവമ്പാടി അമ്പലത്തിന്റെ ബാക്കിലാണ്. അപ്പോ പിന്നെ നാണുഴുത്തച്ഛൻ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ തറവാടിന്റെ തൊട്ടപ്പുറത്താണ് എന്റെ വീട്. അപ്പോ അവിടെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അവിടെ അപ്പുറത്ത് ആനകളുണ്ട്. പിന്നെ അതേപോലെ ശിവേലിക്ക് അമ്പലത്തിലേക്ക് 3 നേരം ആന പോവുക എന്റെ വീടിന്റെ മുന്നിൽ. അപ്പൊ നമുക്ക് അവിടെ പട്ടാഭിഷേകത്തിൽ അഭിനയിച്ച ഒരു ആനക്കുട്ടിയുണ്ട്. ആദ്യം ഇവിടെ നാണുഴുത്തച്ഛന്മാരുടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോ തൊട്ട് ആനകളെ കണ്ട് പിന്നെ തിരുവമ്പാടിയിലുണ്ടായിരുന്ന ശരത് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കാണുന്നത്. പിന്നെ അങ്ങനെ നാണുഴുത്തച്ഛൻ്റെ തന്നെ ശ്രീനിവാസൻ, അവരുടെയിലുള്ള ശങ്കരനാരായണൻ, അങ്ങനെ കുറെ ആനകൾ അവിടെ വന്നു പോകും. ഡെയിലി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും കാണുന്നത് ആനയൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഉള്ളിൽ വന്നു. ചന്ദ്രശേഖരൻ ഇപ്പൊ ഇവിടെ വന്നത് മുതല് നിഴലായി കൂടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണേ, ശരിയാണോ? ചന്ദ്രശേഖരൻ ഇവിടെ പറഞ്ഞ നമ്മൾക്ക് അപ്പോന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആനകളായിട്ട് അടുത്തിടപഴകാൻ അവസരം കിട്ടില്ല. അപ്പൊ അവിടെ അപ്പുറത്തെ വീട്ടിൽ ആന ഉണ്ടെങ്കിൽ അപ്പൊ ദൂരെ നിന്ന് കാണുക അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരിക്കൽ ചന്ദ്രശേഖരൻ നിൽക്കണ അവിടെ മുളവന്താവ് പറമ്പിൽ പോയി. അപ്പൊ ഇങ്ങനെ ആന കണ്ടു. അവിടെ ഗോപേട്ടനും ദേവസേട്ടനൊക്കെയാണ് അവിടെ. ദേവസേട്ടനാണ് മെയിനായിട്ട് കാര്യങ്ങൾ ഫുള്ള് നോക്കിയിരുന്നത്. അപ്പൊ പുള്ളി എങ്ങനെയാ വെച്ചാൽ കുറച്ച് കർക്കശക്കാരനാണ്. ആളങ്ങനെ ആരും ഇങ്ങനെ അടുപ്പിക്കുന്ന കാര്യങ്ങള് അവിടുത്തെ ആൾക്കാർ മാത്രം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടു. ആൾക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മളെ കൊണ്ട് ശല്യമൊന്നുമില്ല. അപ്പൊ പിന്നെ ആള് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗോപേട്ടനാണെങ്കിലും നമ്മളങ്ങനെ ആനോടൊപ്പം നടക്കണോണ്ട് കൂടെ പോകണോണ്ട് പ്രശ്നമൊന്നും കാണിച്ചില്ല. പിന്നെ ആനയെ നമുക്ക് ഒരു പ്രശ്നമൊന്നും കാണിച്ചൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആനയായിട്ട് അങ്ങനെ ഒരു അടുപ്പം വന്നു. ഒരു ആരാധന മൂത്ത് പോയതൊന്നുമില്ല. ചന്തെന്ന് പറഞ്ഞാ നമുക്കിപ്പോ ഇങ്ങനെ എടുത്ത് പറയത്തൊക്കെ ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാലും ഇത് ഏതാനാന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് കൂടെ, ഇന്നത്തെ പോലെയല്ല. അപ്പൊ അന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിന്റെ ഫാൻസ് അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് പേരുണ്ടാവും, എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരാണ് ആനയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ആ സമയത്ത് വിമോശം ഉണ്ടായിരുന്നു. ഇവർക്കാർക്ക് ശല്യമില്ല എന്നപ്പോ ഇവരും പിന്നെ നമുക്ക് അന്നൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആനയുടെ നടന്നു. ആനയാണെങ്കിലും നമ്മളോട് ഭയങ്കര അടുപ്പാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതായത് ഇപ്പൊ ഇവന്റെ ഒരു ആ കാലഘട്ടത്തിൽ നിന്ന് അങ്ങനെ അത്ര ശ്രദ്ധിക്കാതിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്നിപ്പോ നമ്പർ 1 എത്തി അല്ലേ? പൂര 1ാം സ്ഥാനം പോലെ തന്നെ അല്ലേ? ഈ ഒരു വളർച്ച എങ്ങനെയാണ് നോക്കി കാണുന്നത് അവന്റെ ഒരു കാര്യങ്ങൾ? വളർച്ച പറയുകയാണെങ്കിൽ അന്നെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നുമല്ല, ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ആനയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് 14ാമതൊക്കെ ആയിട്ട് നിന്ന് ഇറങ്ങിയതാണ് തെക്കോട്ടിറക്കത്തിൽ. അപ്പോ അത് 2003 ശിവസുന്ദറിന്റെ ഫസ്റ്റത്തെ പൂരത്തിന് ചന്ദ്രശേഖരൻ 14-13ാമത്തെ സ്ഥാനത്താണ് 2003. അപ്പൊ അവിടുന്ന് പിന്നെ 2007 ആയപ്പോ ഗോപേട്ടൻ ആന നടത്തി തിരുവമ്പാടി നടത്തി. പിന്നെ ആ കൊല്ലം തൊട്ട് വലത്തേക്കൂട്ടും രാത്രി കോലമായിട്ട് എഴുന്നള്ളിച്ചു തുടങ്ങി. പിന്നെ അങ്ങനെ അങ്ങനെ പതുക്കെ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയിട്ട് സ്ഥലത്തൊരു നിലയിലേക്ക് വന്നു. അത് ചന്ദ്രശേഖരൻ പിന്നെന്ന് വെച്ചാൽ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അതിൽ മെയിനായിട്ട് പറയാം. എന്താ വെച്ചാൽ ആന അങ്ങനെ ഇപ്പോഴത്തെ നമ്മൾ കുറെ ചെറുപ്പ ആനകളെ പോലെ ഇങ്ങനെ ഓരോ ആനകളായിട്ട് മത്സരിച്ചും അല്ലാതെ ഒന്നായിട്ട് അങ്ങനെ ഒരു പേരെടുത്ത് വന്ന ആനകളില്ല. അത് പറഞ്ഞ മാതിരി അത് ചന്ദ്രശേഖരന് വന്ന അംഗീകാരങ്ങള്, ചന്ദ്രശേഖരനെ തേടി വന്ന അംഗീകാരങ്ങൾ ഇതൊക്കെയാണ് അനുഗ്രഹമാണ്. അല്ലാതെ ചന്ദ്രശേഖരനെ ഇപ്പോ
ഓരോരുത്തർ പറഞ്ഞ പോലെ പൊരുതി നേടിയതാവും അങ്ങനെ നമുക്ക് പറയുന്നത്. ആ ഒരു കാലഘട്ടം ചെറുപ്പം കാലഘട്ടത്തിൽ ആന അങ്ങനെ ഒരുപാട് വലിയ ആനകൾ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ ഒന്നും ആ ആനകളുടെ ഒപ്പം പോയി ഇങ്ങനെ മത്സരിക്കുക അങ്ങനെ ഒരു പേരെടുത്തിട്ടുള്ള ആനയെ തന്നെ ആനയുടേതായ രീതിയിൽ പല അംഗീകാരങ്ങളും വന്ന ആനകളാണ്. ഇപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരുവിധം ഉള്ള വലിയ ആനകളിൽ ചന്ദ്രശേഖരനെ കോലം കെട്ടാൻ ഭാഗ്യം കിട്ടിയ എല്ലാ കോലങ്ങളൊന്നും ഇപ്പോഴുള്ള പല വലിയ ആനകൾക്കും കിട്ടിയിട്ടില്ല. അതായത് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു വലിയൊരു ഫാൻ ബേസോ അങ്ങനത്തെ ഒരു ഇതൊന്നും ആനക്കില്ല. പക്ഷെ അതല്ലാത്ത ദൈവികമായിട്ടുള്ള എല്ലാം ആനക്കുണ്ട്. എന്താ ഓരോ ആനയ്ക്കും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇവൻ കോലം വെക്കുമ്പോ ചില ആനകൾക്ക് ചില സ്വഭാവത്തിലും അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആനയുടെ ഇത് പറഞ്ഞ ആനയുടെ ഒറ്റ നിലവാണ്. അതായത് നമുക്ക് ഇരിക്ക സ്ഥാനത്തുനിന്ന് വിട്ടു നിൽക്കുന്ന തലയാണ്. അതിപ്പോ അളവിൽ ആന കുറവാണെങ്കിലും ആന നിൽക്കുമ്പോ ആന തന്നെ നിൽക്കുകയാണെങ്കിലും തല അത് അങ്ങനെ നമുക്ക് തല ഉയർത്തി നിൽക്കാന്നല്ല, തല ഇടിഞ്ഞു നിൽക്കില്ല. അപ്പൊ കോലം കയറ്റി കഴിഞ്ഞാലും അങ്ങനെ ആന തല വെട്ടിത്തിരിക്കുക. അങ്ങനെ ഇപ്പൊ വെറുതെ നിൽക്കുമ്പോ ആന ചെവി പട്ട തിന്നണ പോലെ നല്ല കോലം കയറ്റി കഴിഞ്ഞാൽ എഴുന്നള്ളിപ്പിച്ചിട്ടാന്ന് പറയും. അപ്പൊ ആനക്കറിയാം ഇപ്പൊ കോലം കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണ്ടേ. അങ്ങനെ വേറെ അങ്ങനെ തിരിയാതൊന്നുമില്ല. ഇപ്പൊ ആനക്കാരാണെങ്കിലും അവിടെ തോട്ടിയും പൊടിയും കാലിൽ വെച്ചിട്ട് അവർക്ക് എങ്ങടാച്ചാൽ മാറി നിൽക്കാം കുറച്ചു നേരമൊക്കെ. അപ്പൊ ആന അങ്ങനെയൊക്കെ അപ്പൊ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ആനക്കറിയാം. ആനക്ക് പരിചയമുള്ള സ്ഥലമൊക്കെ ആകുമ്പോ പിന്നെ ആന അവിടെ നിന്നോളൂ. ഇപ്പൊ പാട്രാക്കിൽ സെന്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആനക്കറിയാവുന്നല്ല ഞാൻ തിരുവമ്പാടിക്ക് അല്ലെങ്കിൽ പിന്നെ ഗോപേട്ടന്റെ വീട്ടിക്ക് ആനയുടെ കാൽക്കുലേഷൻ തന്നെ ആന പൊക്കോളും. ഈ ഇതുവരെ നിന്നതില് ഏറ്റവും കൂടുതൽ ഇവനെ കുറച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നിന്ന പാപ്പാൻ അങ്ങനെ ആരാ? ആനക്ക് വന്ന സമയത്ത് ചൂടൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പൊന്നുവേട്ടൻ വന്നു. പൊന്നുവേട്ടനാണ് ആനയുടെ ABCD പഠിപ്പിച്ച്. അതെ അതെ. എന്നുവെച്ചാ ആളുള്ള സമയത്ത് ആന ചെറുപ്പമായിരുന്നു. ആനക്ക് പേടി കൂടുതലുള്ള. അപ്പൊ എന്തെങ്കിലും ഇപ്പോ നിസ്സാരം ഇപ്പൊ ഒരു കവറോ പ്ലാസ്റ്റിക് കവറൊക്കെ പറന്ന് പെട്ടെന്ന് താളത്തോട്ട് കൂടെ പോയാൽ ആന പേടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനത്തെ പേടി കൂടുതലുള്ള ആനയായിരുന്നു. പണ്ട് ആനക്ക് ഇത് പറഞ്ഞാൽ പേടിച്ചിട്ട് ഓടി പോവാ. അപ്പൊ അതാണ് ഇത് പറഞ്ഞാല് ചിലപ്പോ ആന കയ്യിൽ നിന്ന് ഇങ്ങനെ ഓടും. അത് വല്ല ഓട്ടോറിക്ഷ പിടിക്കുക അല്ലെങ്കിൽ വല്ല ബൈക്കുകാരത്തെ കൊണ്ട് കയ്യിൽ കയറി ആനയുടെ മുമ്പിൽ പോയി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആന അവിടെ നിന്നു. അത് പേടി കൂടുള്ള നേച്ചറാണ്. ഇപ്പൊ ആൾക്ക് പണ്ട് എന്ന് പറഞ്ഞതൊന്നും ശീലിച്ച് വരികയല്ലോ. അപ്പൊ ഇപ്പൊ ഈ പടക്കം പൊട്ടുക കഥന പൊട്ടുക പണ്ടൊക്കെ ആനക്ക് ഇതൊക്കെ ഒരു പുതുമയാണ്. അധികം പൂരങ്ങളൊന്നും എടുത്തിരുന്നില്ല. സർക്കസ് എന്നാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ പൂരങ്ങൾ ഇതൊക്കെ പരിചയപ്പെട്ട് വരുമ്പോ ഇപ്പൊ ആനക്ക് അങ്ങനെ പേടിയില്ല. നമ്മള് ആ കോവിഡ് കാലത്ത് തൃശ്ശൂർ പൂരം വെടിക്കെട്ടിന് പന്തല്ല നിന്നത് ചന്ദ്രശേഖരൻ. പിന്നെ നെന്മാറയിലും വെടിക്കെട്ടിന് കോലം കയറ്റി. അങ്ങനത്തെ ഇപ്പൊ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇപ്പത്തെ ലേറ്റസ്റ്റ് സ്വഭാവം എന്നൊക്കെ ചോദിക്കുമ്പോ പോലെ ഇപ്പൊ എന്താണ് ആളുടെ ഒരു പ്രത്യേകതയായിട്ട് അത് തോന്നിയിട്ടുണ്ട്? ആള് പൊതുവെ ഇപ്പൊ കണ്ടില്ല ഇങ്ങനെ ഒരു ശാന്ത സ്വഭാവമാണ്. പിന്നെന്താ വെച്ചാ അങ്ങോട്ട് ആരും കയറി വല്ലാണ്ട് പ്രകടനം അല്ലാണ്ട് നമ്മള് തോണ്ടുക വിലയിടുക അതൊന്നും പുള്ളി ഒരു ലെവല് വിട്ട് താല്പര്യമില്ല. ചിലപ്പോ ആള് പ്രതികരിക്കുന്നുണ്ടാവില്ല. പക്ഷെ താല്പര്യം നമ്മൾക്ക് ഇവിടെ നിൽക്കുന്ന നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഇഷ്ടല്ല. നോക്കി കണ്ടൊക്കെ നിന്നാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ തിന്നാൻ കൊടുത്തിട്ട് അങ്ങനെ പോവാണ് പ്രശ്നമില്ല. അവിടെ ഒന്ന് വെറുതെ ആന അവിടെ തോണ്ട് ഇവിടെ തോണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് താല്പര്യമില്ല. എങ്ങനെയാണ് അടുത്ത് ചെല്ലുമ്പോ നിങ്ങള് ആ കാലം അതായത് ആളിവിടെ വന്നത് മുതല് വിവേക് കാണുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കും പരിചയം ഉണ്ടാവുമല്ലോ. എങ്ങനെയാ നമ്മള് വന്നു കഴിഞ്ഞാൽ വിളിക്കും. അപ്പൊ എന്തെങ്കിലും ആൾക്ക് തിന്നാൻ കിട്ടണം. എന്താ വരുമ്പോ കൊടുക്കുക? നേന്ത്രപ്പഴം കൊടുക്കും, പൈനാപ്പിൾ കൊടുക്കും. ഓരോ തവണ വരുമ്പോ എന്തെങ്കിലുമൊക്കെ മാറി മാറി. ഞാനിപ്പോ തൃശ്ശൂരല്ല സ്ഥിരമായിട്ട്. അപ്പോ പരമോടത്ത് കിട്ടുമ്പോ ഞാൻ തൃശ്ശൂർ വരും. നിലമ്പൂരാ നിക്കണത് പരമായിട്ട്. അപ്പോ വരുമ്പോ ഒഴിവ് ദിവസമാണെങ്കിൽ ഞാനടുത്ത് എങ്ങനെ എത്തും. ഇപ്പോഴും അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കുഞ്ഞ ജനറേഷൻ ആണെങ്കിലും ആനപ്രേമം എന്ന് പറയണത് അതൊരു വല്ലാത്ത പ്രേമമാണ്. ഇന്നും ചെറിയ കുട്ടികളിൽ ജനിച്ചു വീണു 2 വയസ്സാകുമ്പോൾ മുതൽ ആ പ്രേമം ഉള്ളവർക്ക് അത് അവര് കാണിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ പൊതുവെയുള്ള ആനപ്രേമികളോട് അല്ലെങ്കിൽ ആനയെ സ്നേഹിക്കുന്നവരോട് പറയാൻ തോന്നുന്ന ഒരു കാര്യം? ഇപ്പോഴത്തെ ആനപ്രേമം ചെറിയ കുട്ടികൾക്ക് കൂടുതൽ വരാൻ കാരണം എന്താ വെച്ചാൽ അവര് ആനകളെ നേരിട്ട് കണ്ടിട്ടോ അടുത്ത് പോയിട്ടല്ല. ഏറ്റവും കൂടുതൽ ഒരു ഫോണിലാണ് ഇവര് കാണുന്നത്, വീഡിയോ ഫോട്ടോയും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവര് കാണുന്നത് ഫോണില് അതായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു പ്രേമാണ്. അപ്പൊ ഇവര് ആനകളായിട്ട് അപ്പൊ
ഈ ഫോണിൽ കാണുമ്പോ എന്താ നമ്മളിപ്പോ എല്ലാം ആനയുടെ നല്ല ഭാഗങ്ങൾ മാത്രമേ പുറത്തേക്ക് വരും. അതെ. ഇത് അത് മാത്രം കാണുള്ളൂ. ഇത് കണ്ടുകൊണ്ട് വല്ലപ്പോഴും ആന പുറത്ത് കാണുമ്പോ ആ ഒരു ഇതില് ആനയുടെ ഏതാനയാണെങ്കിലും പെട്ടെന്ന് ആനയുടെ അടുത്തേക്ക് കയറി ചെല്ലുക. നമ്മൾ പല സ്ഥലത്തും കാണാം, നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലാണ്. അത് ആ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് എല്ലാ ആനയും ഒരേപോലെ ആവണമെന്നില്ല. ഒരുവിധ എല്ലാ ആനകളും അംഗീകരിക്കില്ല. പെട്ടെന്ന് ഒരു പുറമെ ഒരാള് വരുമ്പോ പിന്നെ കൊടുത്തു പോണു. ചില ആനകൾ പിന്നെ അത് വാങ്ങില്ല. ചില നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോസ് ഒക്കെ പിന്നെ കൊടുക്കണോടെ ആന പിന്നെ വാങ്ങാത്ത ആനകളും ഉണ്ട്. അപ്പൊ അത് ഓരോ ആനയ്ക്ക് ഓരോ രീതികളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം പോവാനല്ല. നമ്മളിപ്പോ ഈ ഫോണില് കാണുന്ന ആനകളല്ല. ഒരു വലിയ പോയിന്റ് ആണ് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത, അതായത് ആനയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ആനയുടെ അടുത്ത് പോകാൻ പാടില്ല എന്നുള്ള സാധനങ്ങൾ അറിയാം. പക്ഷെ ആനയെ പുറത്തുനിന്ന് മാത്രം കണ്ട് ശീലിച്ചുള്ളവര്, പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ കുട്ടികളെ അങ്ങനെ വിടുന്നതുണ്ട് അല്ലേ? എല്ലാരും ഇപ്പോ ഫോണില് ഭയങ്കരമായിട്ട് നമുക്കിപ്പോ മീഡിയയിലാണ് ഇപ്പൊ ആനകളുടെ പൂരങ്ങളും വീഡിയോസും ഇപ്പൊ നമുക്കറിയാം. കുറെ ചാനലുകളുണ്ട്. അപ്പൊ എല്ലാരും ഈ ഭാഗങ്ങൾ മാത്രമാണ് കാണുന്നത്. ഇതാണ് ആന, ഈ കാണുന്നത് മാത്രല്ല ആന എന്നൊരു അതെന്ന് വെച്ചാൽ അത് ആനകളുടെ കൂടെ നടന്നാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഞാനാണെങ്കിൽ ഈ പറഞ്ഞാല് തുടക്കത്തിൽ ഇപ്പൊ ചന്ദ്രശേഖരന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരുന്നില്ല. അപ്പോ നമ്മളാ ഒരു ഗ്യാപ്പ് അകലം പാലിച്ച് പിന്നെ നമുക്ക് പതുക്കെ ആനയുടെ ഓരോ കാര്യങ്ങള് മനസ്സിലാക്കി ഒരു ഇന്ന കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. അതപ്പോ അതല്ലാണ്ട് നമ്മൾ നോക്കണം. അപ്പൊ ആർക്കും ഇഷ്ടകേടുകളുണ്ട് അതേപോലെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിപ്പോ. ഞാനിപ്പോ 10-15 കൊല്ലായി. എന്നാലും ആൾക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് താല്പര്യക്കേടാണ്. നോക്കി കണ്ട് വേണം ആരാണെങ്കിലും നിൽക്കാൻ. തീർച്ചയായിട്ടും അത് ആനകളുടെ അടുത്തേക്ക് അങ്ങനെ പോകുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക, പരിചയമില്ലാത്തവരല്ലേ. ഇനി ഇവന്റെ ഒരു ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവം തോന്നിയിട്ടുണ്ടോ? ആനക്ക് പൊതുവെ എന്താ ഒച്ചയിട്ട് സംസാരിക്കുക, അതായത് ചുറ്റുവട്ടം നിന്നിട്ട് ഉറക്കെ സംസാരിക്കുക. പിന്നെ അതുപോലെ മുമ്പിൽ കുറെ നേരം നിൽക്കുക. പിന്നെ തിന്നാൻ കൊടുത്തിട്ട് നമ്മള് ചിലവര് വായല് കൊടുക്കുമ്പോ കയ്യില് അപ്പൊ അവരെ തുടക്കും വായല്. അതൊന്നും എനിക്ക് തീരെ അപ്പൊ ആന അടിക്കും. പിന്നെ ആരായാലും ആനക്ക് ആനയുടെ സ്വഭാവം വെച്ച് നോക്കാണ് ആനക്ക് ഒന്നാമനാണ് ആനയുടെ മെയിൻ. ആളുടെ ഒരു റോളിലേക്ക് വേറെ ആരും ആൾക്ക് കൊടുക്കണ ഒരു ഫ്രീഡം ആന ആർക്കും കൊടുക്കില്ല. ഓരോരുത്തർ ഇപ്പൊ ഞാനാണെങ്കിലും ആരാണെങ്കിലും ആന ഓരോരുത്തർക്കും ഓരോ ഇത് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് വിട്ട് പോയ ആള് താല്പര്യക്കേട് കാണിക്കും. പെട്ടെന്ന് അങ്ങനെ ആരും ഒന്നും ചെയ്യൊന്നുമില്ല. എന്നാലും നമുക്ക് മനസ്സിലാവും ചിലപ്പോ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാവും നമ്മള് ചെല്ലാവും ഒരു ദിവസങ്ങളിലൊക്കെ. അപ്പൊ ആളിങ്ങനെ ഉറക്ക ക്ഷീണത്തിലൊക്കെ ആവും. അപ്പൊ നമ്മള് കുറെ കാലമായിട്ടുള്ള കയറി ചെല്ലുമ്പോ ആളും ഒരു ഫുൾ മൈൻഡിലാവില്ല, ഉറക്കത്തിലേക്ക്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി ആന വിളിക്കാണ് എനിക്ക് ധൈര്യമായിട്ട് പോവാം. അല്ല നമ്മളായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ നോക്കി വേണം പോവാൻ. പിന്നെ പരിപാടി ഒന്നും ഇല്ലാത്ത സമയത്ത് കൂടുതൽ സമയം അവിടെയാണോ ഫുൾ ടൈം അല്ലേ? 2-3 ദിവസമൊക്കെ അടുത്തടുത്താണ് പരിപാടി വെച്ചെങ്കിൽ അവിടെ എവിടെയെങ്കിലും അത് ആനക്കാരുടെ ഒരു ഇതില് പോയി നിൽക്കും. ഇപ്പൊ ഉള്ള 3 പേര് ശശിയേട്ടൻ, പിന്നെ മഹേഷ്, പിന്നെ മൂന്നാമൻ. ഇപ്പൊ ഇവര് 1 വർഷം അല്ലെ? 1 വർഷമാവും. ഇപ്പൊ ഇവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുളിപ്പിക്കുക പരിപാടികൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്ന ഇന്നത്തെ ജനറേഷൻ, അതായത് ആനയെ മനസ്സിലാക്കി കൂടെ നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾ സെറ്റുകളൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ ആകെ 1-2 പേരുണ്ടെങ്കിൽ അല്ലാണ്ടപ്പോ ഈ പൂരപ്പറമ്പില് പോകുമ്പോ കാണുന്ന ജനക്കൂട്ടൊന്നും ഒരാളുടെ കാര്യങ്ങൾ നോക്കാനില്ല. അതിനൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടാകാറില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ആരാധകരുണ്ട്. പക്ഷെ ഒരു കുട്ടി ആരാധകർ മാത്രല്ല കേട്ടോ. തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന 2 പേരാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവരെന്തായാലും പരിചയപ്പെടണ്ടേ. എന്താ പേര്? സുദേവ്. അച്ചു തന്നെ ശരിക്കും പേര്? ശ്രീഹരി. അപ്പൊ ചന്ദ്രശേഖരൻ നിങ്ങള് അവന് വേണ്ടി ചെയ്തു കൊടുക്കാറ്? പട്ടിട്ട് കൊടുക്കും, കഴുകാൻ കൂടും. അപ്പൊ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ? എന്നിട്ട് അപ്പൊ എപ്പോഴാണ് ആനടുത്ത് വരാൻ സമയം? സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ സ്കൂൾ കഴിഞ്ഞ് ബാഗ് അവിടെ വെച്ച് നേരെ പറമ്പിലേക്ക് പോകും.
അപ്പൊ വീട്ടിൽ നിന്ന് എന്ത് പറയും? ചീത്ത വെക്കും. അപ്പൊ അത് ഈ ചെവി കൂടെ ആ ചെവി കൂടെ കിട്ടും അല്ലേ? അങ്ങനെയാണോ? ഇരിക്കാണോ? അങ്ങനെ തന്നെ. നിങ്ങൾ രണ്ടുപേരും ചേട്ടനും അല്ല. അപ്പൊ അത്ര ഇഷ്ടമാണ് ചന്ദ്രശേഖരനെ. അപ്പൊ എന്തായാലും ഈ സ്നേഹം ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ആനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ തലമുറയിലുള്ളവരൊക്കെ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങിയാലാണ് ഇവര് വലുതാവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇവരുടെ കാലഘട്ടത്തിലൊക്കെ ആ ആനയെ എന്നും എല്ലാ സൗകര്യത്തോടും സുഖത്തോടും കൂടെ ഒക്കെ നോക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ. ഓക്കെ, പഠിച്ചിട്ട് എന്താവാൻ ആഗ്രഹം? ഏട്ടാ ബിരുദ ആനപ്പാപ്പാന്റെ. ശരിക്കും ഇവനു? അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞത് ഇവരിപ്പോ ഇപ്പോഴേ തുടങ്ങിയത് ഇവര് ആനപ്പാപ്പാനാവാൻ. അപ്പൊ ഞാൻ ആനപ്പാപ്പാനായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ട് വരുമോ? അറിയില്ല. എന്നല്ല, അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടാ. നിങ്ങൾ ഈ ഇഷ്ടമൊക്കെ ഉണ്ട് പഠിക്കണതിന്റെ കൂട്ടത്തില് വേറെ എന്തെങ്കിലും ആവുന്ന ഞാൻ വിചാരിച്ച. പക്ഷെ ഇവര് ആനപ്പാപ്പാൻ തന്നെ ആവാനാണ് ആഗ്രഹം. ഏതാ വേറെ ചന്ദ്രശേഖരൻ അല്ലാണ്ട് വേറെ ഇഷ്ടമുള്ള ആന ഏതാ? എല്ലാ ആന ഇഷ്ടം. അതാണ്, അങ്ങനെ വേണം. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ആന വീഡിയോ ചെയ്യുന്നത്. ആനകൾ ഫുൾ ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഏകദേശം പൂരങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പതിയെ പൂർവാധികം ശക്തിയോടുകൂടെ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. നിങ്ങൾ തരുന്നത് അത് വലിയൊരു പ്രോത്സാഹനമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും. അപ്പോൾ ചന്ദ്രശേഖരന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.